നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ തൊട്ട് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ബംഗ്ലാദേശിനുമായി നമുക്ക് നല്ല ബന്ധമുണ്ട്. ഈ ബന്ധം തകരുമ്പോഴുണ്ടാകുന്ന തിരിച്ചടി പരിക്കേൽക്കുന്നത് എല്ലാ ഭാഗത്തും ഉണ്ടാകും. അതുകൊണ്ട് സസൂക്ഷ്മം ജാഗ്രതയോടുകൂടി നമ്മുടെ മിനിസ്ട്രി ഇക്കാര്യം ശ്രദ്ധിക്കുക. പ്രധാനമന്ത്രി തീർച്ചയായിട്ടും ഐക്യരാഷ്ട്ര സഭയിലോ അതോടൊപ്പം പ്രസിഡന്റ് ട്രംപിലും ഒക്കെ വേണ്ട രീതിയിലുള്ള സമ്പർക്കം പുലർത്തി ഇപ്പോഴേ തന്നെ ഒരു സോഫ്റ്റ് ഡിപ്ലോമസിയിൽ കൂടി ഇത് തീർക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇവിടെ ചൂണ്ടിക്കാണിച്ച രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഇൻഫ്ലക്സ് അഭയാർത്ഥികളുടെ ഒരു പലായനം നമ്മുടെ നാട്ടിലോട്ട് വന്നാൽ അത് നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല. പിന്നെ അത് ഉയർത്തുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ നമ്മുടെ രാജ്യത്തെ കാർന്ന് തിന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അത്തരത്തിലുള്ള അതിർത്തി അടച്ചിടാൻ പറ്റില്ല. പക്ഷേ അതേസമയം ജാഗ്രതയോടുകൂടെ നിൽക്കേണ്ടി വരും. ബംഗ്ലാദേശ് നാളെ ഒരു രാഷ്ട്രീയ കലാപത്തിലേക്ക് പോയിക്കൂടാന്നില്ല, അവിടുത്തെ ഭരണം തകർന്നുകൂടാതില്ല, അവിടെ സ്റ്റേബിളായിട്ടൊരു സിസ്റ്റം ഉണ്ടാകണമെന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചുറ്റുപാട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കൺസേൺ വരേണ്ടത് ദേശസുരക്ഷയ്ക്കാണ്. അതിൽ നമ്മൾ എന്നും ജാഗ്രതയോടെ ഇരിക്കണം. അതിനുവേണ്ടിയുള്ള നടപടികൾ എടുക്കണം. അത് അന്തർദേശീയ ബന്ധങ്ങൾ വഴി തന്നെ ചെയ്യാം. ഒരു സോഫ്റ്റ് ഡിപ്ലോമസിയാണ് ഇവിടെ വേണ്ടത്. പക്ഷേ അത് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും പൊതു ചർച്ചയിൽ കൊണ്ടുവരാനൊന്നും പറ്റത്തില്ലായിരിക്കാം. പക്ഷേ മിനിസ്ട്രിക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ കാര്യങ്ങൾ നടത്താം. അതിനുവേണ്ടി 24 മണിക്കൂർ അധ്വാനിക്കേണ്ട ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത്.